ഇന്ന് രാജ്യമെമ്പാടും അക്ഷയ തൃതീയയുടെ ആഘോഷം. അക്ഷയ തൃതീയ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സ്വർണ്ണ വിപണികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം അക്ഷയ തൃതീയ ദിവസം ആരംഭിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അക്ഷയം, അതായത് ഒരിക്കലും കുറയാത്തത് എന്നാണ് വിശ്വാസം. പുണ്യദിനമായ അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങുന്നതും ദാനധർമ്മങ്ങൾ നടത്തുന്നതും ഏറെ ശുഭകരമാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ടുതന്നെ സ്വർണ്ണക്കടകളിൽ വലിയ തിരക്കാണ് അക്ഷയ തൃതീയ ദിവസം. വളരെ ചെറിയ അളവിൽ സ്വർണം വാങ്ങിയാൽ പോലും അക്ഷയം കൊണ്ടുവരുമെന്ന വിശ്വാസത്തിൽ കുടുംബങ്ങളായും ആളുകൾ കടകളിലെത്തി സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും വാങ്ങുന്നു. അക്ഷയ തൃതീയ ദിനത്തിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അതിനർത്ഥമാക്കുന്നത്. അന്ന് നമ്മൾ എന്ത് തുടങ്ങിയാലും, അത് സ്വർണം വാങ്ങിയാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഒരിക്കലും നശിക്കാതെ അത് സമ്പദ് സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ആണ് അത് ചെന്നെത്തുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. സാധാരണയിൽ അധികമായിട്ടുള്ള തിരക്കിന്ന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നോ? സാധാരണ പോലെ തന്നെ എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ ഒരു തിരക്കുണ്ട്. ഞങ്ങൾക്കൊരു ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഒന്ന്, ഭയങ്കരമായ ചൂട്. രണ്ട്, ഈ വർഷം പതിവിന് വിപരീതമായി സൺഡേ, ഞായറാഴ്ചയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറവായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നല്ല തിരക്കുണ്ട്. ഐതിഹ്യമനുസരിച്ച് മഹാവിഷ്ണുവിന്റെ 6ാം അവതാരമായ പരശുരാമൻ ജനിച്ച ദിനമായും ഗംഗാനദി ഭൂമിയിലേക്ക് എത്തിയ ദിനമായും ഈ ദിവസം കണക്കാക്കപ്പെടുന്നു. കൂടാതെ മഹാഭാരതം എഴുതാൻ ആരംഭിച്ചതും അക്ഷയ തൃതീയ ദിവസത്തിലാണെന്നാണ് വിശ്വാസം. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് പ്രമുഖ ജ്വല്ലറികൾ പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും പ്രഖ്യാപിച്ചതോടെ എല്ലായിടത്തും തിരക്കായിരുന്നു. സ്വർണ്ണവിലയിൽ ചെറിയ ഉയർച്ചയുണ്ടെങ്കിലും അതിനെ അവഗണിച്ചായിരുന്നു ആളുകൾ സ്വർണ്ണക്കടകളിൽ എത്തിയിരുന്നത്. സുരക്ഷ ഉറപ്പാക്കാൻ കടകളിൽ കൂടുതൽ ജീവനക്കാരെയും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, KCB ന്യൂസ്.